നമസ്കാരം. 8ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്ര പാഠപുസ്തകത്തില് സമ്പദ്ശാസ്ത്ര ചിന്തകൾ എന്ന പാഠഭാഗത്തില് ഏതാനും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരും അവരുടെ സംഭാവനകളെ പറ്റിയിട്ടും തന്നിട്ടുണ്ട്. ആ ഭാഗമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആദം സ്മിത്ത് ആണ്. ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ആദം സ്മിത്ത് ആണ് ആധുനിക സാമ്പത്തിക ശാസ്ത്രത്തിന്റെ പിതാവ്. സാമ്പത്തിക ശാസ്ത്രത്തിന് വ്യക്തമായ അടിത്തറ നൽകിയ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻ, ഈ ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം തന്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ചത്. ഏതാണ് ഗ്രന്ഥം? നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻ. നേച്ചർ ആൻഡ് കോസസ് ഓഫ് ദ വെൽത്ത് ഓഫ് നേഷൻ. ഈ ഗ്രന്ഥത്തിലൂടെയാണ് അദ്ദേഹം തന്റെ സാമ്പത്തിക ആശയങ്ങൾ പങ്കുവച്ചത്. സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയമാണ് ആദം സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഇതിനെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ലിസേ ഫെയർ തിയറി അല്ലെങ്കിൽ ലിസേ ഫെയർ സിദ്ധാന്തം എന്നാണ് ഈ തിയറിയെ അറിയപ്പെടുന്നത്. അതായത് സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഗവൺമെന്റിന്റെ ഇടപെടൽ പരിമിതപ്പെടുത്തണമെന്നും വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്നുമുള്ള ആശയത്തെ ലിസേ ഫെയർ തിയറി എന്നാണ് പറയുന്നത്. കാൾ മാർക്സ് ആണ് അടുത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉണ്ടായ സാഹചര്യം വ്യവസായ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യവസായ വിപ്ലവത്തിന്റെ കാലത്തുണ്ടായ സാമ്പത്തിക സാങ്കേതിക വിദ്യയിലുണ്ടായ മാറ്റങ്ങളാണ് അദ്ദേഹത്തെ ഈ ആശയങ്ങളിലേക്ക് നയിച്ച ഒരു ഘടകം. ഉൽപാദന പ്രക്രിയയിൽ തൊഴിലാളികളുടെ പങ്കാളിത്തത്തിലാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്തത്. അദ്ദേഹം പ്രാധാന്യം നൽകിയത് ആ ഒരു മേഖലയ്ക്കായിരുന്നു. ഉൽപാദനത്തിന്റെ അടിസ്ഥാനം തൊഴിലാളികളുടെ അധ്വാനമാണല്ലോ. എന്നാൽ തൊഴിലാളികളുടെ അധ്വാനത്തിന് തക്കതായ ഒരു പ്രതിഫലമായിരുന്നില്ല അവിടെ ലഭിച്ചിരുന്നത്. അവരുടെ പ്രതിഫലത്തിന്റെ ഒരു വലിയൊരു ഭാഗം മുതലാളിമാർക്ക് ലാഭമായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനെതിരെയായിരുന്നു മാർക്സ് തന്റെ ആശയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ഈ മുതലാളികൾക്ക് പോകുന്ന ആ ഒരു ഭാഗത്തെ മിച്ച മൂല്യം എന്നാണ് പറഞ്ഞിരുന്നത്. അദ്ദേഹത്തിന്റെ ആശയത്തെ വെച്ച് നോക്കുമ്പോൾ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള ഒരു വ്യത്യാസങ്ങളില്ലാത്ത ഒരു ഈക്വൽ ആയിട്ടുള്ള ഒരു സമൂഹമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങളിൽ ഉണ്ടായിരുന്നത്. ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ ഉണ്ടായിരുന്നത്. റിച്ച് ആൻഡ് പുവർ എന്നുള്ളൊരു വേർതിരിവ് ഉണ്ടായിരുന്നില്ല. മൂലധനം എന്ന കൃതിയിലൂടെയാണ് മാർക്സ് തന്റെ ആശയങ്ങളെല്ലാം പ്രചരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ കൃതി ഏതാണ്? മൂലധനം എന്ന കൃതിയായിരുന്നു അദ്ദേഹത്തിന്റെ ആശയങ്ങളെല്ലാം പ്രചരിപ്പിച്ച കൃതി. ആൽഫ്രഡ് മാർഷൽ എന്ന എക്കണോമിസ്റ്റിനെ പറ്റിയിട്ടാണ് അടുത്തതായി പഠിക്കാൻ പോകുന്നത്. കാൾ മാർക്സിനെ തുടർന്ന് സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ കൊണ്ടുവന്ന നിരവധി സിദ്ധാന്തങ്ങൾ അവതരിപ്പിച്ച ഒരു ശാസ്ത്രജ്ഞനായിരുന്നു, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു ആൽഫ്രഡ് മാർഷൽ. സമ്പത്ത് ആത്യന്തികമായി മനുഷ്യന്റെ ക്ഷേമത്തിനു വേണ്ടിയായിരിക്കണമെന്നും സാമ്പത്തിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യക്ഷേമത്തിനു പ്രാധാന്യം നൽകുന്നതായിരിക്കണമെന്നും അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര തത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് എക്കോണമി എന്ന പുസ്തകത്തിലൂടെയാണ് അദ്ദേഹം അവതരിപ്പിച്ചത്. അതായത് മനുഷ്യക്ഷേമത്തിന് പ്രാധാന്യം നൽകുന്ന തരത്തിലായിരിക്കണം സാമ്പത്തിക പ്രവൃത്തികൾ എന്നാണ് അദ്ദേഹം ചിന്തിച്ചിരുന്നത്. അദ്ദേഹം തന്റെ ആശയങ്ങൾ അവതരിപ്പിക്കാൻ തന്റെ പുസ്തകത്തിലൂടെയാണ് ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പേര് പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്നായിരുന്നു. അടുത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ലയണൽ റോബിൻസ്. 20ാം നൂറ്റാണ്ടിൽ വലിയൊരു ജനസംഖ്യയായിരുന്നു ലോകത്തുണ്ടായിരുന്നത്. 160 കോടിയായിരുന്നു അത്. ഓരോ ദിനവും ഈ ജനസംഖ്യ വർദ്ധിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇത്രയും ജനങ്ങൾക്ക് ആവശ്യമായ വിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പരിമിതമായ വിഭവങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുക
എന്നെല്ലാമായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾ. ഇത്തരം ചോദ്യങ്ങളാണ് ലയണൽ റോബിൻസ് എന്ന ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞന് വർദ്ധിച്ച ആവശ്യങ്ങളും പരിമിതമായ വിഭവങ്ങളും തമ്മിലുള്ള ബന്ധം എന്ന വിഷയത്തിലേക്ക് നയിച്ചത്. അങ്ങനെ അദ്ദേഹം പരിമിതമായ വിഭവങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നിശ്ചയിക്കേണ്ടതാണെന്നാണ് വ്യക്തമാക്കിയത്. അപ്പോ കുറച്ച് നമ്മുടെ ആവശ്യങ്ങൾ വലുതും അതുപോലെ കുറച്ച് വിഭവങ്ങളെ ഉള്ളെന്നാല് നമ്മൾ ഓരോ ആവശ്യങ്ങൾക്കും മുൻഗണന നിശ്ചയിക്കേണ്ടതാണെന്നായിരുന്നു അദ്ദേഹം നൽകിയ ഒരു തത്വം. അടുത്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ സാമുവൽസൺ ആണ്. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ സാമുവൽസൺ സാമ്പത്തിക ശാസ്ത്ര മേഖലയിൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണത്തിന്റെയും ശരിയായ വിഭവ വിനിയോഗത്തിന്റെയും ഫലമാണെന്നാണ് സാമുവൽസൺ പറഞ്ഞത്. അതായത് ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത മികച്ച സാമ്പത്തിക ആസൂത്രണം അഥവാ എക്കണോമിക് പ്ലാനിങ്ങിലൂടെയും അതുപോലെ ശരിയായ വിഭവ വിനിയോഗത്തിലൂടെയും അതിന്റെയും ഫലമാണെന്നാണ് സാമുവൽസൺ പറഞ്ഞത്. ഇത്രയും നേരം ലോക കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി ഇന്ത്യൻ സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെയായിരുന്നെന്ന് നോക്കാം. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. അപ്പൊ ആരുടെയാണ് അർത്ഥശാസ്ത്രം? അത് ചാണക്യന്റെ ആണ്. ചാണക്യൻ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേഷ്ടാവായിരുന്നു. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറഞ്ഞിരുന്നു. ഇത്തരം നയങ്ങളിലൂടെ സർക്കാരിന് വരുമാന നഷ്ടം തടയാൻ കഴിയുന്നതാണ്. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ ചാണക്യന്റെ പങ്ക് വളരെ വലുതായിരുന്നു. അപ്പോൾ ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേഷ്ടാവായിരുന്ന ചാണക്യൻ രചിച്ചതാണ് അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം. അദ്ദേഹത്തിലൂടെയാണ് അദ്ദേഹം സാമ്പത്തിക സിദ്ധാന്തങ്ങൾ വിഭാവനം ചെയ്തത്. അതുപോലെ മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ ചാണക്യന്റെ പങ്ക് വളരെ വലുതായിരുന്നു. ഇന്ത്യയിലെ സാമ്പത്തിക ചിന്തകരിൽ പ്രധാനിയായിരുന്നു ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്കും സാമ്പത്തിക തകർച്ചയിലേക്കും നയിച്ചുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്നു. ചോർച്ചാ സിദ്ധാന്തത്തെ പറ്റി മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയായിരുന്നെന്ന് നോക്കാം. ഇന്ത്യയിൽ ജോലി ചെയ്തിരുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകിയിരുന്നു. ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കുന്നുണ്ടായിരുന്നു. ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യവസായ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്തിരുന്നു. ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് രമേശ് ചന്ദ്രദത്ത് എന്ന സാമ്പത്തിക ശാസ്ത്രകാരന്റെ പഠനവും സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് കരുത്തേകിയിരുന്നു. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്ന സാമ്പത്തിക ശാസ്ത്ര പഠനങ്ങളോടെ ദത്ത് വ്യക്തമാക്കിയിരുന്നു. ബ്രിട്ടീഷ് ചൂഷണവും പടിഞ്ഞാറൻ നാഗരികതയും എങ്ങനെ ഇന്ത്യയെ തകർത്തുവെന്നാണ് അദ്ദേഹത്തിന്റെ പഠനങ്ങൾ വ്യക്തമാക്കിയിരുന്നത്. അടുത്ത സാമ്പത്തിക ചിന്തകരിൽ പ്രമുഖൻ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി തന്നെയാണ്. ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് അദ്ദേഹമാണ്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകം ഏതാണ്? അത് ഹിന്ദു സ്വരാജ് ആണ്. 1909 പബ്ലിഷ് ചെയ്ത ഹിന്ദു സ്വരാജിലാണ്
ഗാന്ധിജി തന്റെ ആശയങ്ങൾ, സാമ്പത്തിക ശാസ്ത്ര ആശയങ്ങൾ തുടക്കം കുറിച്ചത്. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും അതുപോലെ ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. മഹാത്മാഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് ഒരു പുതിയ ചിന്തയ്ക്ക് വഴിതെളിച്ചിരുന്നു. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നത്. അങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥയിലായിരുന്നു ഗാന്ധിജി ലക്ഷ്യം വെച്ചത്. മഹാത്മാഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ ഇങ്ങനെയാണ് ക്രോഡീകരിച്ചിരിക്കുന്നത്. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് ജെ.സി. കുമരപ്പ, ശ്രീമാൻ നാരായണൻ ധരംപാൽ തുടങ്ങിയവർ. ആരൊക്കെയാണ്? ജെ.സി. കുമരപ്പ, ശ്രീമൻ നാരായണൻ ധരംപാൽ തുടങ്ങിയവർ ഗാന്ധിജിയുടെ ആശയങ്ങളുമായി സ്വാധീനിക്കപ്പെട്ട മറ്റ് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. അതുപോലെ തന്നെ കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടത് എന്ന ആശയമാണ് ഈ ശാസ്ത്രജ്ഞന്മാർ മുന്നോട്ട് വെച്ചത്. മഹാത്മാഗാന്ധിജിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ ഉള്ളടക്കം എന്താണെന്ന് നോക്കാം. മുതലാളി തനിക്കു മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. അതായത് മുതലാളി എന്താണ്? ഉടമസ്ഥാവകാശം, ഭൂമിയുടെ ഉടമസ്ഥാവകാശം പൂർണ്ണമായി ഉപേക്ഷിക്കണം. അതുപോലെ അവരുടെ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന ആ സമ്പത്ത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത്. ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തര അവകാശികൾ ഉണ്ടാവാൻ പാടില്ല. അതായത് ട്രസ്റ്റിയുടെ കാലശേഷം പൊതുജനങ്ങൾക്കായിരിക്കണം ഈ ഭൂമിയുടെ അവകാശം ഉണ്ടാവേണ്ടത്. വേറെ അനന്തരാവകാശികൾ ആരും ഉണ്ടാവാൻ പാടില്ല എന്നതായിരുന്നു. ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചാണ്. അതായത് വ്യക്തികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല ഉൽപാദനങ്ങൾ ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത്. മറിച്ച് സമൂഹത്തിന് ആവശ്യമുണ്ടോ ആ വസ്തു എന്ന നിലയ്ക്കായിരിക്കണം ഉൽപാദനം ഉണ്ടാവേണ്ടത്. അതുപോലെ മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതാണ്. അതായത് മിനിമം എത്ര വേണം ഒരാൾക്ക് കൂലി നൽകാൻ എന്ന് നിശ്ചയിച്ചിട്ടുള്ളതുപോലെ ഏറ്റവും ഉയർന്ന കൂലി എത്രയായിരിക്കണമെന്നും, അതായത് എത്രത്തോളം പണം കൈപ്പറ്റാം ശമ്പളമായിട്ട് എന്ന് അല്ലെങ്കിൽ കൂലിയായിട്ട് എന്ന് കൂടിയിട്ട് പരിഗണിക്കേണ്ടതുണ്ടെന്നാണ് അദ്ദേഹം ട്രസ്റ്റിഷിപ്പിൽ എന്ന ഒരു ആശയത്തിൽ വ്യക്തമാക്കുന്നത്. അടുത്തതായിട്ട് വരുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമർത്യ സെൻ ആണ്. 1998 നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് ഒരു മുതൽക്കൂട്ടായി മാറുകയുണ്ടായി. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത അമർത്യ സെൻ ചൂണ്ടിക്കാട്ടി. അതുപോലെ ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്കാണ് തന്റെ പഠനങ്ങളിൽ അദ്ദേഹം പ്രാധാന്യം നൽകിയത്. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം തുടങ്ങിയവയ്ക്കാണ്. ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. സാമ്പത്തിക ശാസ്ത്രത്തിലെ തന്നെ
പുതിയൊരു വിഷയവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കോമന്റ് ചെയ്യുക. സംശയങ്ങളും കോമന്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വീഡിയോ ഷെയർ ചെയ്യുക. ഇനി കാണുന്നത് വരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.